നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. വിശ്വാസവും സ്നാനവും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ നിയോഗമാണ് മർക്കോസിന്റെ സുവിശേഷം 16-ന്റെ 15-16 വാക്യങ്ങൾ. അതിൽ യേശു പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം, എല്ലാവരെയും ഈ സുവിശേഷം കേൾപ്പിക്കണം. യേശു ഒരുക്കിയ രക്ഷാമാർഗം, കുരിശിലൊരുക്കിയ രക്ഷാമാർഗം, കുരിശ് മരണത്തിലൂടെ യേശു ഒരുക്കിയ രക്ഷാമാർഗം ആളുകളെ അറിയിക്കണം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് പകരം യാഗമാക്കി. പഴയ നിയമത്തില് അതിന് നിഴലുകളായ ആടുകളുടെയും കാളകളുടെയും ഒക്കെ യാഗങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതുകൊണ്ടൊന്നും രക്ഷാമാർഗം ആളുകൾക്കുണ്ടായിരുന്നില്ല. അതൊക്കെ വെറും നിഴലുകളായിരുന്നു. യേശുവിൻ്റെ കുരിശിലെ യാഗത്തിൻ്റെ നിഴലുകളായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ വിളിച്ചു പറഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമത്തിലെ യാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് സ്വർഗം ലഭിച്ചിരുന്നെങ്കിൽ യേശു ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ, യാഗമാകേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അത് നിഴലായിരുന്നു. അപ്പോൾ ഒരു പ്രായശ്ചിത്തത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവം ഉണ്ട് എന്നുള്ള ആ വിശ്വാസം ആണ് ആളുകൾക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ ഹാബേല്, ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യഹൂദ, മോശ, യോശുവ, റാഹാബ്, ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ഏലിയാവ്, എലീശ, അതുപോലെ പ്രവാചകന്മാർ, ഇവരൊക്കെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചവരാണ്. ഇയ്യോബ് ഉൾപ്പെടെ. അവരവരുടെ ഭക്തി കൊണ്ടോ അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ടോ അല്ല, അല്ലെങ്കിൽ യാഗങ്ങൾ കൊണ്ടോ പെരുന്നാളുകൾ കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ ദശാംശം കൊണ്ടോ ആദ്യഫലം കൊണ്ടോ അല്ല അവർ നീതീകരിക്കപ്പെട്ടത്. വിശ്വാസത്താലാണ്. ഏത് കാലത്തും വിശ്വാസത്താലാണ് നീതീകരണം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനവൻ്റെ വിശ്വാസമല്ല. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വീണ്ടെടുപ്പുകാരനായ ദൈവം എന്നുള്ളതാണ്. അപ്പോൾ ആദാം പാപം ചെയ്തപ്പോൾ ദൈവം ഒരു പാപമില്ലാത്ത ആടിനെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് ആദാമിനെ ഉടുപ്പിച്ചു. അപ്പോൾ പാപിയായ മനുഷ്യന് പകരം പാപമില്ലാത്തൊരു മൃഗം കൊല്ലപ്പെട്ടു. അതാണ് സുവിശേഷത്തിൻ്റെ ആദ്യ പ്രദർശനം, ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ അതായത് ഒരു പ്രായശ്ചിത്തത്തിലൂടെ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവത്തിൽ ആണ് ഈ പഴയ നിയമഭക്തന്മാരൊക്കെ വിശ്വസിച്ചത്. ആ വിശ്വാസത്താലാണ് അവർ നീതീകരിക്കപ്പെട്ടത്. ഇവിടെ മനുഷ്യവർഗത്തിനു വേണ്ടി കുരിശിൽ യാഗമായ യേശു മനുഷ്യന് വേണ്ടി അടിയേറ്റ, നിന്നയേറ്റ, തുപ്പലേറ്റ, വേദനയേറ്റ, ഇരുട്ടിലായ, ദാഹിച്ച, നിലവിളിച്ച യേശു ഉയർത്തെഴുന്നതിന് ശേഷം അരുമ ശിഷ്യരോട് പറയുകയാണ് ഈ സുവിശേഷം. ഞാൻ യാഗമായ കാര്യം, ഞാൻ മനുഷ്യന്റെ ശിക്ഷയേറ്റ കാര്യം നിങ്ങൾ ലോകം മുഴുവൻ അറിയിക്കണം, നിങ്ങളത് പ്രചരിപ്പിക്കണം, നിങ്ങളത് പ്രസംഗിക്കണം. പിന്നെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ യേശുവിനെ രക്ഷകനായി സുവിശേഷം കേട്ട് വിലയിരുത്തി വിശ്വസിച്ച ആളുകൾ സ്നാനപ്പെടണമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ചില ആൾ പറയുന്നത് വെള്ളത്തിൽ ഒന്ന് മുങ്ങുന്നതാണല്ലോ സ്നാനം, അത് വലിയൊരു കാര്യമാണോ? ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞത് ഈ പഴം തിന്നരുതെന്നാണ്. പഴം തിന്നുന്നത് വലിയ കാര്യമാണോ എന്ന് വേണമെങ്കിൽ ആൾക്ക് ചോദിക്കാം. ഇസ്രായേൽ മക്കള് മിസ്രൈമിലായിരുന്നു. ദൈവം പറഞ്ഞു, ആബീബ് മാസം 14-ാം തീയതി ഒരാടിനെ കൊന്ന് അതിൻ്റെ ചോര കെട്ടലക്കാലും കുറുമ്പടിയിലും പുരട്ടണം. കഥ കിടച്ച് അന്ന് രാത്രി വീട്ടിലിരിക്കണം. സംഹാരദൂതൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഒരല്പം രക്തം കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടുന്ന വലിയ കാര്യമാണോ? അങ്ങനെ വേണേൽ ആൾക്ക് ചോദിക്കാം. ഇസ്രായേൽ മരുഭൂമിയിലായിരുന്നപ്പോൾ അവരെ അഗ്നിസർപ്പം കടിച്ചു.
അപ്പം മോശയോട് ദൈവം പറഞ്ഞു, പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ ഉയർത്തുക. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ അവൻ്റെ വിഷം ഇറങ്ങിപ്പോകും, അവൻ ജീവിക്കും. വെറുതെ ഒരു പിച്ചള സർപ്പത്തെ നോക്കിയാൽ വലിയ കാര്യമാണോ എന്ന് വേണേൽ അയാൾക്ക് പറയാം. പക്ഷെ ഇവിടെയൊക്കെ ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചനുസരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു നിഴല് നമുക്ക് നിഴലുകൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ഒന്നാമത്തേത് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൻ്റെ കാര്യമാണ്. മനുഷ്യന്റെ പാപനിമിത്തം ദൈവം ലോകത്തെ ജലപ്രളയത്താൽ ന്യായം വിധിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ കാര്യം ലോകത്തെ അറിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. നീതിപ്രസംഗിയായ നോഹ കുറെ വർഷങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാനൊരു പെട്ടകം ഒരുക്കുന്നുണ്ട്, മഴ പെയ്യും. അതുവരെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യും, വെള്ളം പൊങ്ങും, ജലപ്രളയം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം. മാനസാന്തരപ്പെട്ട് ദൈവത്തെ വിശ്വസിച്ച് പെട്ടകത്തിൽ കയറണം. അവരുടെ ദുഷ്ടത അത്ര വലിയതായിരുന്നു, വഷളത്വം അത്ര വലിയതായിരുന്നു, അവരുടെ ദുർമാർഗങ്ങൾ അത്ര വലിയതായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തിൽ പെട്ടകത്തിൽ കയറണം. പക്ഷെ അന്നത്തെ ആളുകൾ അതിനെ തൃണവൽഗണിച്ചു. എന്ത് ദൈവം? ഇതൊക്കെ മനുഷ്യന് വേണ്ടിയുള്ളതാണ്, അതൊക്കെ മനുഷ്യ സഹജമാണ്. കൊലപാതകം, വ്യഭിചാരം, മോഷണം, അക്രമം ഇതൊക്കെ ചിലപ്പോൾ വേണ്ടിവരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം വേണ്ട എന്ന് അവർ പറഞ്ഞു. പിന്നെ മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല. ഈ പെട്ടകം ഇത് മഴ പെയ്താൽ ഇത് മുങ്ങാതിരിക്കുമോ? ഈ പെട്ടകവും മുങ്ങിപ്പോവും എന്നൊക്കെ അവർ ന്യായം പറഞ്ഞു കാണും. സംഭവിച്ചു. നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറി. ജലപ്രളയമുണ്ടായി. ഏതാണ്ട് വളരെ ദിവസങ്ങൾ, 40 രാവും 40 പകലും മഴ പെയ്തു. 150 ദിവസം വെള്ളം പൊങ്ങി. പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. വെള്ളം താണു. ഏതാണ്ട് 1 വർഷവും 17 ദിവസവും കഴിഞ്ഞപ്പോൾ പെട്ടകം ഉറച്ചു. അവിടെ അവർ ഇറങ്ങി, അവർ ദൈവത്തെ ആരാധിച്ചു. ഇതൊരു സമവാക്യമാണ്. അതായത് പാപിയായ മനുഷ്യൻ സുവിശേഷം കേട്ട് ദൈവത്തെ വിശ്വസിച്ച് പെട്ടകമായ യേശുവിൽ കയറണം. ജലപ്രളയമാകുന്ന സ്നാനത്തിലൂടെ കടന്ന് അറാറത്തിൽ ഇറങ്ങി ദൈവത്തെ ആരാധിക്കണം. ഇനി രണ്ടാമത്തെ ഉദാഹരണം പറയാം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിലായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് വിടുവിച്ച് വളരെ വിദൂരമായ ഒരു രാജ്യത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ ചോര കട്ടളക്കാലും കുറമ്പടിയിലും പുരട്ടി അകത്തിരിക്കണം. ഫറവോൻ്റെ ഒക്കെ ആദിജാതൻ മരിക്കും, അപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. അവരത് വിശ്വസിച്ചു, അവരത് ചെയ്തു. എന്തുണ്ടായി? ഫറവോൻ സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ ചോരയാൽ ദേശീയമായ ഒരു നിയമപരമായ സ്വാതന്ത്ര്യം കിട്ടിയ ഇസ്രായേൽ മക്കൾ അവിടെ നിന്നും പുറപ്പെട്ടു. എങ്ങോട്ടാണ് വന്നത്? ചെങ്കടലിലേക്ക്. ചെങ്കടൽ 2 പിളർന്ന് അവർക്ക് അക്കരെ കടക്കാൻ ഒരു വഴിയുണ്ടായി. ഇത് സ്നാനത്തെ കാണിക്കുന്നു. മരുഭൂമിയിലെത്തി അവർ ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ പെസഹ കുഞ്ഞാടായ യേശുവിൻ്റെ ചോരയിൽ വിശ്വാസം അർപ്പിച്ച അവർ ചെങ്കടലാകുന്ന സ്നാനത്തിലൂടെ കടന്ന് മരുഭൂമിയിലെത്തി ആരാധിച്ചു. ഇതാണ് അടുത്ത നിഴല്. ഈ കാലത്തെ എന്താണ് പ്രമാണം? യേശുവാകുന്ന പെസഹ കുഞ്ഞാടിൻ്റെ കുരിശിലെ മരണത്തിൽ വിശ്വാസം അർപ്പിക്കുക. ദൈവം എനിക്ക് വേണ്ടി ആണ് യേശുവിനെ മനുഷ്യനായി ഭൂമിയിൽ അയച്ചത്. യേശു ദൈവകുഞ്ഞാടായിരുന്നു. യേശു എൻ്റെ സ്ഥാനത്താണ് നരകമേറ്റ് മരിച്ചത്. യേശുവിൻ്റെ പാപമല്ല, യേശുവിൽ പാപമില്ലായിരുന്നു. യേശു പരിശുദ്ധ ദൈവമായിരുന്നു. അത് യേശുവിൻ്റെ ജീവിതവും അത്ഭുതവും വെളിപ്പെടുത്തുന്നു. യേശു എൻ്റെ നരകമേറ്റ് മരിച്ചു. ആ യേശു ക്രിസ്തുവിനെ മാനസാന്തരപ്പെട്ട് രക്ഷകനായി സ്വീകരിക്കുന്നയാള് ഈ യേശുവിനോടൊത്ത് ഞാൻ ജീവിക്കും, പാപത്തോട് ഞാൻ വേർപെടും എന്ന് കാണിക്കുന്നതിൻ്റെ അടയാളമായി വെള്ളത്തിൽ മുങ്ങണം. നോഹയുടെ കാലത്തെ ജനം ജലപ്രളയത്തിലൂടെ ആ പെട്ടകത്തിൽ അറാറാത്തിലേക്ക് പോയതുപോലെ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന വെള്ളത്തിലൂടെ അവർ മരുഭൂമിയിലേക്ക് ആരാധനയ്ക്ക് പോയതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ വെള്ളത്തിൽ സ്നാനപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്ത് യേശുവിൻ്റെ ശിഷ്യരായി യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിൻ്റെ മക്കളോട് ചേർന്ന്
സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, അവര് ആത്മീയ ജീവിതത്തിന് സഭയോട് ബന്ധപ്പെടാൻ തയ്യാറാകണം. ഇതാണ് യേശു കൽപ്പിച്ചത്. ഇതാണ് കഴിഞ്ഞ 2000 കൊല്ലമായി അനുസ്യൂതം തുടരുന്നത്. ഈ ലളിതമായ ഈ സുവിശേഷത്തെ, ഈ വിശ്വാസ മാർഗത്തെ അംഗീകരിച്ച് അനുസരിക്കുവാൻ ദൈവം ഏവർക്കും ബുദ്ധി നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.